എന്തുകൊണ്ടാണ് മാം സാരി ഇത്ര ഇഷ്ടം? എനിക്കിപ്പോൾ ഇത്രയൊക്കെ വയസ്സായില്ലേ, അപ്പോൾ നമ്മളെ അന്നത്തെ കാലത്തൊക്കെ മോഡേൺ വസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് വലിയ ശീലമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പം ആദ്യം ജീവിതത്തിൽ പാവാടയും ബ്ലൗസും, അത് കഴിഞ്ഞ് പാവാട ഹാഫ് സാരി, അത് കഴിഞ്ഞ് സാരിയിലേക്ക്, കല്യാണം സമയം മുതലാണ് സാരിയിലേക്ക് കയറുന്നത്. അതിന് മുമ്പ് വരെ സാരി ഉടുത്തിട്ടില്ല. 22 വയസ്സിന് ശേഷമാണ് ആദ്യമായിട്ട് സാരി ഉടുക്കുന്നത്. പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ അറിയേയില്ലായിരുന്നു. ട്രിവാൻഡ്രത്ത് 85-ലാണ് ഞാൻ വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാരുടെ സാരി ഉടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ മനോഹരമായിട്ട് ഉടുക്കണമെന്ന്. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ടേ ഉടുക്കുള്ളൂ. ഡബ്ബിങ്ങിനൊക്കെ പോകുമ്പോൾ പ്ലീറ്റ് ഇട്ടിട്ടേ ഉടുക്കുള്ളായിരുന്നു. പിന്നെ എപ്പോഴോ എനിക്ക് തോന്നി പ്ലീറ്റ് ഇടുന്നതിനേക്കാൾ ഭംഗി ഇങ്ങനെ ലൂസായിട്ട് ഇടുന്നതാണ്. എനിക്ക് സാരി ഉടുക്കാൻ 1 മിനിറ്റ് മതി. കോട്ടനാണ് എൻ്റെ ഫേവറേറ്റ്. ഇപ്പോൾ കേരളത്തിൽ എവിടെ പോകുമ്പോഴും പല ആളുകളും ചോദിക്കും, എവിടെ നിന്നാണ് ഈ സാരി മേടിക്കുന്നത്? എത്ര നല്ല നല്ല സാരികളാണ്. അതിപ്പോൾ കാറിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ, ഇപ്പം ദൂരയാത്രയാണെങ്കിലും സിറ്റിക്കകത്താണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ സാരി ഷോപ്പ് കണ്ടാൽ 1 മിനിറ്റ് പതുക്കെ ബ്രേക്ക് ഔട്ട് ഇങ്ങനെ നോക്കും. അവിടെ ഡിസ്പ്ലേയിൽ നല്ലൊരു സാരി ഉണ്ടെങ്കിൽ ഉടനെ ആ കടയിൽ കയറിയിട്ട് അവിടുന്ന് എടുക്കും. പട്ടുസാരി അധികം അങ്ങനെ പട്ടുസാരി ഇല്ല. എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് മലയാളികളുടെ മുമ്പിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഒരു 2000-3000-ത്തിലധികം സാരികളുണ്ട്. അതിൽ ഭൂരിഭാഗവും കോട്ടൺ സാരീസാണ്. എക്സ്പെൻസീവ് സാരീസ് വളരെ കുറവാണ്. ഒരു 500 രൂപ, മാക്സിമം ഒരു 1500 രൂപ, അതിന് മുകളിലേക്ക് ഞാൻ സാരികൾ അങ്ങനെ മേടിക്കാറില്ല. സാരി മൊത്തത്തിൽ എൻ്റെ രൂപത്തോട് അങ്ങ് ഇഴുകി ചേർന്ന ഒരു വസ്ത്രമാണ് എന്ന് എനിക്ക് എല്ലാവരും എന്നോട്, ഈവൻ മുണ്ടുന്നേരിയത് ഉടുത്താൽ പോലും പലരും ചോദിക്കും ഇതെങ്ങനെ വൈകുന്നേരം വരെ ചുളിയാതിരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ. അതുകൊണ്ട് എനിക്ക് വളരെ ഗൗരവമുള്ള ഒഫീഷ്യൽ പരിപാടികൾക്കൊന്നും ഷിഫോൺ സാരീസ് അങ്ങനെ ഉടുക്കാറില്ല. കോട്ടൺ സാരീസ് തന്നെ. പിന്നെ ഇതൊക്കെ മെറ്റീരിയൽ കട്ട് ചെയ്ത് മേടിക്കുന്നതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ സാരി ഉടുത്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കംഫർട്ടബിളാണ്. എനിക്ക് ഈവൻ ദുബായ് പോയാലും വിദേശത്ത് എവിടെ പോവുകയാണെങ്കിലും ഞാൻ സാരി ഉടുത്തേ നടക്കും. ഞാൻ മറ്റ് വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ വളരെ കംഫർട്ടബിളാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ആൾക്കാരിങ്ങനെ ഒരു അറ്റൻഷൻ, ഒരു റെസ്പെക്റ്റ് അങ്ങനെയൊക്കെ സാരിക്ക് കുറച്ച് കൂടുതലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഡ്രസ്സിങ്ങിൽ നല്ല കാര്യമുണ്ട് കേട്ടോ. ഈ തമിഴിലൊരു ചൊല്ലുണ്ട്, ആൾ പാതി ആടൈ പാതി വസ്ത്രം പാതി എന്ന്. അത് വളരെ ശരിയായുണ്ട്.